ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നലെ മിറാജ് രാവിൻ്റെ വിശേഷങ്ങളും രാവിലത്തെ കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ അത്താഴത്തിന് എണീച്ചിങ്ങാണ്ട് പിന്നെ കിടന്നിട്ട് ശരിക്കും ഉറക്കവും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 6:15 ആ ഒരു ടൈമിൽ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവാൾക്ക് സ്കൂളുണ്ട്, ആയാനക്കുട്ടിയുണ്ട്, പിന്നെ ഇന്നിവിടെ സീനും അതുപോലെ ഉപ്പയുണ്ട് കേട്ടോ. ഉമ്മ അവിടെ ഇല്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, സീനും ഉപ്പയൊന്നും എടുത്തിട്ടില്ല. രണ്ടുപേർക്കും ഗുളികയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവരൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിനുവിനിപ്പോൾ ഇത് 7-ാം മാസം പകുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2-ാം തീയതിയാണ് പ്രസവത്തിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികൾക്കും സ്കൂളും ബാലവാടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ ദോശമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കടലക്കറി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ കട്ടാക്കിങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശ ചുടലെല്ലാം അവിടെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദോശ ചുട്ട് പിന്നെ അവർക്ക് വേണ്ടതിനനുസരിച്ചിട്ട് പിന്നെ ബാക്കി ചൂടാമെന്ന് വിചാരിച്ചു. നിസ്കാരം കേട്ട് ഞാൻ കിടന്നോക്കൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ എന്തോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നുണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു പണികൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുമൊക്കെ നോക്കണ്ടല്ലോ. ആ നട്ടുച്ച ആ ഒരു ടൈമിൽക്കൊക്കെ നമുക്ക് അത്യാവശ്യം ക്ഷീണമോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ പണിയെടുക്കാൻ മൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴേക്കൊക്കെ പണികളെല്ലാതും അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ നമ്മളുടെ നോമ്പിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ദാഹമായിരിക്കുമല്ലേ, വെള്ളത്തിന് ചൂടും കാര്യങ്ങളൊക്കെ ആയത് കാരണം. എന്തായാലും പഠിച്ചവനെ അതും തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് തരട്ടെ അല്ലേ. ഇനി നോമ്പ് ഒരു മാസം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ചൂടും പഴുപ്പും കാരണമാതിരി ഓരോ അസുഖങ്ങൾ വെള്ളത്തിൻ്റെ കുറവ് മൂലം വരും കാര്യങ്ങളും ചെയ്യും. അതൊന്നുമില്ല, നോമ്പൊന്നും അധികം കളായി പോകുന്നു ചെയ്യാണ്ട് എല്ലാവർക്കും നോമ്പെടുക്കാൻ പറ്റട്ടെ, ആമീൻ. അപ്പോൾ എന്തായാലും ഇതാ കടലക്കറിക്ക് ദോശ ചൂടെല്ലാം അവിടെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കടലക്കറിക്കുള്ള കടലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിങ്ങാണ്ട് കടലക്കറി പയറുകറി ഇതൊക്കെ ഞാൻ കാര്യമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. എന്താ പറയുക, കുക്കറിൽ എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് വഴറ്റി വെക്കൊന്നുമില്ല, എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ നല്ല പോലെ ഒരു കുറുക്കം കിട്ടും കേട്ടോ കടലക്കറിക്ക്. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വേറെയും കടല വേറെയും കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നിങ്ങാണ്ട് വിസിലടിക്കട്ടെ. അപ്പം ഞാൻ പ്ലേറ്റിലോട്ടാണ് മാറ്റിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇനി അവരൊക്കെ എണീക്കുന്നതിന് മുമ്പേ ചൂടാറിയാലോ വിചാരിച്ചിങ്ങാണ്ട് ഞാൻ കാസറോളിലോട്ട് മാറ്റിയാന്ന് കേട്ടോ. അപ്പോൾ സീനും നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ നീച്ച് പിന്നോളം നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കട്ടെ, എന്നൊന്നുമില്ലല്ലോ നമ്മളെത്തൊക്കെ വരുമ്പോഴല്ലേ, ഓളവിടെ കിടക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഞാനും കിച്ചണും ബെഡ്റൂമും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ ഫാനും കാര്യങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ സൗണ്ട് അധികം കേൾക്കൂല. എന്നിട്ട് ഓള് നീച്ച് വന്നപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, എന്നെ വിളിക്കാറുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവിടെ കടന്നു അതിനിപ്പോൾ എന്താ ഇതിപ്പോൾ എന്നും ഞാൻ ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയായിരുന്നു കേട്ടോ. കാരണം കിച്ചണിൻ്റെ സൗണ്ട് ബെഡ്റൂമൊക്കെ കേൾക്കൂല കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, കടലക്കറി ഇവിടെ തൂമിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ചുടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വെക്കണം. ഇവാൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ കടലക്കറി ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി എന്താ പറയുക, ഉപ്പാക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പ അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ചായ ഉപ്പാക്ക് നേരത്തെ കൊടുക്കും. അപ്പോൾ ഉപ്പാക്കുള്ള ചായ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉപ്പനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ദോശയും അതുപോലെ തന്നെ കറിയും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പാൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെ അറിയോ, നമ്മൾ എത്ര ദോശയാണോ കൊടുത്തത് ആ ദോശ കഴിക്കുന്നല്ലാതെ എക്സ്ട്രാ ഉപ്പ ചോദിക്കൂല കേട്ടോ.
അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത് കഴിയാനാകുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും. മതിയെന്നായി കഴിഞ്ഞാൽ ഉപ്പ പറയും മതിയെന്ന് പറയും. അല്ലാതെ ഉപ്പായിട്ട് എടുത്ത് കഴിക്കൂല കേട്ടോ. അതിന് ഒരു ദോശ നമ്മൾ കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദോശ കഴിച്ച് നീച്ചു പോകും. പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല കേട്ടോ. എന്ത് ഇത് ഉണ്ടാക്കിയത്, എന്ത് അത് ഉണ്ടാക്കാറുന്നത്, ഇതിന് കൂട്ടാനൊന്നുമില്ലേ, അതൊക്കെ കറിയൊന്നുമില്ല, അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉപ്പാനെയും കൊണ്ടില്ല കേട്ടോ. ഉപ്പാക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് കേട്ടോ. ഒരു 75 വയസ്സിൻ്റെ മുകളിലൊക്കെ ഉപ്പാക്ക് ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെ ഇത് അങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു, അതിൽ ഉപ്പില്ല, മുളക് അധികം, അങ്ങനെ ഇന്ന് വരെ ഒരു പരാതി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്ത് നമ്മൾ കൊടുത്തോ ആ കൊടുത്തത് കഴിച്ച് എണീച്ച് പോകും കേട്ടോ. അല്ലാണ്ട് ഒരു 2 കൂടിയും ഒരു 2 ദോശയും കൂടെ കൊടുന്ന അങ്ങനത്തെ ഒന്നും യാതൊരു പരാതിയും ഉപ്പാക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പ അവിടെ ചായ അടിക്കുന്നുണ്ട്. ചോറിനുള്ളത് ഞാൻ ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കായ ഉണ്ടല്ലോ, നമ്മുടെ മുന്നത്തെ വീട്ടിലത്തെ നസീം താത്ത തന്നതാണ് കേട്ടോ. അവരുടെ പറമ്പിൽ അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, വാഴയൊക്കെ കുഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാറ്റിൻ്റെ ശക്തി കാരണം 2 വാഴയേറ്റ കാറ്റിന് ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപ്പേരിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതായിരുന്നു കേട്ടോ. ഉപ്പേരിക്ക് നല്ല പോലെ വെന്തിതാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ചെറിയ വാഴക്കായിട്ടേ ഉള്ളൂ. അപ്പോൾ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കട്ടാക്കിയും കണ്ടെടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ഉള്ളികളുണ്ടല്ലോ, അത് ചെറിയ ഉള്ളി ആണെങ്കിലും കുറച്ച് സൈസ് ഉള്ളതും ഉണ്ടാവും, പറ്റ കുഞ്ഞതുകളും ഉണ്ടാവും. അപ്പോൾ ഈ പറ്റ കുഞ്ഞതുകൾ നമുക്ക് അരിഞ്ഞെടുക്കാനും ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഈ ഇടിക്കല്ലിലിട്ട് കുത്തിയിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് തൂമിക്കാനുള്ളത് ഇട്ടുകൊണ്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇവിടെ എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വാഴക്കപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒന്ന് നോമ്പാണ്, ഞാൻ കൂട്ടൂല. കുട്ടികൾക്ക് സ്കൂൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കണമല്ലോ. ഇനിയിപ്പോൾ അതാ കുറച്ച് തലേ ദിവസത്തെ പഴങ്കഞ്ഞി വെള്ളം ഉണ്ടാകുന്നത്, അത് ഞാനവിടെ ഒരു മുരിങ്ങാ തൈ ഉണ്ട്, അതിന് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം വരും, എന്താ ചെരുപ്പിടാത്തതെന്നുള്ളത്. നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ട് ആ ചോദ്യം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പ് അപ്പുറത്താണ് കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പിടാതെ നടന്ന് ശീലമായി കേട്ടോ. ആദ്യം എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ചെരുപ്പിടാൻ പറ്റുമെങ്കിൽ അവിടെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റിയ മുതലായിരുന്നു ഞാൻ. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെരുപ്പിടാതെ ഏത് വേണേലും പോകുമെന്ന് അറിയില്ലേ, അങ്ങനെ നടക്കും കേട്ടോ. ചെരുപ്പിടാണ്ട് അത് ശീലമായി, ഇവിടെ വന്നിട്ട് ശീലമായതാണ് കേട്ടോ. അത് ചെരുപ്പ് ഇപ്പം അങ്ങനെ പടിഞ്ഞിട്ട് ഉമ്മറത്തെ ചെരുപ്പ് ഉണ്ടെങ്കിൽ കൂടെ അത് ഇടാതെ പോകുമെന്ന് പറയില്ലേ, ഇടാതെ മുറ്റത്ത് കൂടി നടക്കും. വേറെ പുറത്തേക്കൊന്നും പോകൂല കേട്ടോ. പക്ഷേ മുറ്റത്ത് കൂടി നടക്കുക, തറവാട്ടിൽ പോവുക, സായിത്താതറയത്ത് പോവുക, അതൊക്കെ ചെയ്യും കേട്ടോ ചെരുപ്പിടാണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുകയെന്ന് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കിച്ചണിക്ക് നോക്കുമ്പോൾ ഇനി വൈകുന്നേരം നമുക്ക് നോമ്പ് തുറയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നാൽ പോരെ. അപ്പോൾ എന്താ പറയുക, അതുവരെ കിച്ചണ് നല്ല ക്ലീനായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിച്ചണൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നോമ്പാണെങ്കിൽ കൂടെ. പക്ഷേ നമ്മൾ ഇരുന്നോ കടന്നോ പോയി എന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ആ ഇരിക്കും കിടക്കും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അത്യാവശ്യം പണികളും കാര്യങ്ങളും എല്ലാതും തീർത്ത് വൃത്തിയാക്കി കുളിച്ചതാക്കി നമുക്ക് ഓതാനോ ചെല്ലാനോ ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകളൊക്കെ ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കിട്ടും കേട്ടോ. കുട്ടികൾ പോണതിന് മുമ്പ് തന്നെ ഇതുകളൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നോമ്പും അല്ലേ വരുന്നത്, ഈ റജബ് ഷാബാൻ ഇതൊക്കെ അത്രയും ശ്രേഷ്ഠമായ മാസങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചെല്ലാനും ഓതാനും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഒരുപാട് ഓതാനും ചെല്ലാനും ഒക്കെ പറ്റട്ടെ അല്ലേ. ഒരുപാട് ദിക്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും ഈ മാസങ്ങളിൽ നല്ല എല്ലാ മാസങ്ങളിലും ചെയ്യണം. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, നല്ല ദിവസങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ 90-ആം നോമ്പ് 96-ആം നോമ്പ് എടുക്കുന്ന എത്ര പേരുണ്ടാകുമല്ലേ. മാഷാ അല്ലാഹ്, ഇതിന് പടച്ചോനോൽക്കുള്ള ആരോഗ്യം കൊടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവാക്കൊരു മുട്ട കൂടെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉപ്പേരി മാത്രം കൊടുത്തു വിടുമ്പോൾ എന്തോ പോലെ. അപ്പോൾ ഞാനൊരു മുട്ട കൂടെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്ക് സ്നാക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഴം വാട്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അയാനക്കുട്ടിനെ ഞാനിന്ന് കൊണ്ടുവെക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ അംഗനവാടിയിൽ. കാരണം അവിടേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് ഓളെ എടുത്തുങ്ങാണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറ്റ ക്ഷീണിക്കും.
കാരണം അത്യാവശ്യം നല്ല പോകാനുണ്ട് കേട്ടോ. ഈ രാവിലെ അങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് ഒരു 3 മണി 2:30 3 മണി ആ ടൈമിലാണ് കൊണ്ടുവരാൻ പോവുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഓൾ എടുത്തുങ്ങാണ്ട് ചില ടൈമിൽ ആൾ വാശി പിടിക്കും കേട്ടോ, നടക്കൂല. അപ്പോൾ എടുത്തുങ്ങാണ്ട് ചിലപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും കയറ്റം ഇറക്കമൊക്കെ ആയിട്ടാണ് കേട്ടോ വഴി. അപ്പോൾ അത് കാരണം ഇവിടേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ പറ്റ വിചാരിച്ചിട്ട് എന്ന് കൊണ്ടാക്കണില്ല വിചാരിച്ചിട്ട് മാറാലൊക്കെ തട്ടാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ എൻ്റെ അയാനക്കുട്ടി വന്നുങ്ങാണ്ട് എന്നും പോകണില്ല എന്ന് പറയുന്ന അയാനക്കുട്ടി ഇന്ന് വന്നിട്ട് ഉമ്മച്ചി ബാലവാടിക്ക് പോകല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പോകണ്ടല്ലോ, നാളെ പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പോകണം, ഉപ്പേരി എടുത്തു, ബാഗ് എടുത്തു എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓളായിട്ട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ മറന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് വേഗം ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി ഓളെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ സീനു ഉപ്പയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ ഓലെയൊന്നും കാണാത്തത്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം നമ്മളുടെ ഇവ സ്കൂൾ വിട്ട് വന്നിട്ട് ഓൾക്കുള്ള ചായ വെക്കാന്ന് കേട്ടോ. അതിനെക്കുട്ടിക്ക് ഓൾക്കുള്ള ചായ. അപ്പോൾ നോമ്പ് തുറക്ക് നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും ചപ്പാത്തിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വന്നാൽ നല്ല രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിക്ക് വേറെ ഇനി രാവിലെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചങ്ങാണ്ട് എന്നും ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കാറ് കേട്ടോ. ഇന്ന് ഞാനൊരു ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇനി അത് നല്ലപോലെ കുഴച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻ്റ് ആക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പിന് എന്തെങ്കിലും എന്താ പറയുക ഇതുപോലെ ചപ്പാത്തിയോ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയുള്ളേ ഒക്കെ വിശേഷങ്ങളൊക്കെ താഴെ കമൻ്റ് ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചോറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ റമദാനിൽ നോമ്പ് എടുക്കുന്ന ടൈമിൽ ചില ദിവസങ്ങളിൽ എനിക്കൊരു പൂതിയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ സാധാ നാടൻ ചോറും നമുക്കിഷ്ടപ്പെട്ട കറിയും കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ. ഡെയിലി ഇങ്ങനെ കടികളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ചോറ് കഴിക്കാനാണ് കേട്ടോ തോന്നുക. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ റമദാനാണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ടൈമിൽ 6-ാം നോമ്പും കഴിഞ്ഞേക്കാണ് കേട്ടോ നമ്മൾ വീടിരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീട്ടിലെ ആദ്യത്തെ റമദാനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ തറവാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ഉമ്മ അതേപോലെ സിനു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെയും എല്ലാ നോമ്പും എല്ലാവരും കല്യാണത്തിന് മുമ്പേയും വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഇതേപോലെ ഉമ്മയും ഉപ്പയും ഇളയച്ചനും അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനും കുട്ടികളും മാത്രം. അപ്പോൾ ഒന്നും ഉണ്ടാക്കിയാലും നോമ്പിന് പൊതുവെ എത്ര ആളുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാക്കിയാലും ബാക്കി വരുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ മക്കളൊന്നും കണക്കാക്കാൻ പറ്റൂല കേട്ടോ. എന്താ പറയുക, ഫുഡിന് ആളെണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല. ഓരോ തോന്നലാണ് അവർക്ക്. ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ നല്ല പോലെ കഴിക്കുകയും ചെയ്യും, അവർക്ക് തികയൂല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കൂല പറയില്ല, ആ ഒരവസ്ഥയായിരിക്കും. അപ്പം അത് കാരണം കടി അങ്ങനെയുള്ളതുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഈ ഫ്രൂട്ട്സ് ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും നോമ്പ് തുറ സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇഷ്ടം. അതുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനത്തെ കടിയൊക്കെ കഴിക്കൽ കുറവായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് നോമ്പിന് നനച്ചുള്ളിപ്പണി വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മാക്സിമം വീഡിയോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. നനച്ചുള്ളിപ്പണിയും നോമ്പുതുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ചെയ്ത് തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അത് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. ഇനിയിപ്പോൾ അതാ ചപ്പാത്തി ചുടൽ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തി ചുടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കറി ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബോൺലെസ് പീസ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് നോമ്പല്ലേ, അപ്പോൾ ഇന്ന് അങ്ങോട്ട് ഇതാക്കാൻ വിചാരിച്ചു, കറിയാക്കാൻ വിചാരിച്ചു. കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. എന്നാൽ ഒരു കൊഴുപ്പ് ഉണ്ടാവും കേട്ടോ കറിക്ക്. കിഴങ്ങും കൂടെ ഇടുമ്പോൾ അത് നല്ലപോലെ അതിൽ കുക്കായിട്ട് വരുമല്ലോ. അതിനാണ് ഇപ്പോൾ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളുടെ ഇതിന് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വരവ് കുറവാണ്.
കുറവാണ്. ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ഇതിനൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ. വില കുറവുള്ള ആ ഒരു ടൈമിൽ അത്യാവശ്യം ഒന്നരാടെന്ന് പറഞ്ഞ പോലെ വരും കേട്ടോ ഫ്രൂട്ട്സ് വണ്ടി. പക്ഷെ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയിങ്ങാണ്ട് കുറച്ച് ചെറുപഴം പാലൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. എനിക്ക് ഈ നോമ്പ് തുറക്കുന്ന ടൈമിലില്ലേ ഇങ്ങനെ പാലും പഴമൊക്കെ ഒഴിച്ച് ഇങ്ങനെ തിക്കായിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒറ്റ വലിക്ക് ആ ഗ്ലാസ്സിലുള്ള മുഴുവനാണ് തീർക്കൂല് അങ്ങനത്തെ ജ്യൂസുകളാണ് കേട്ടോ. അതായത് ഈ ഓറഞ്ച്, മുസമ്പി, മുന്തിരി, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ വത്തക്ക, തണ്ണിമത്തനുണ്ടല്ലോ അതൊക്കെ അങ്ങനത്തെയൊക്കെ കുടിക്കണേന് കേട്ടോ കൂടുതലിഷ്ടം. എന്നാൽ കാരണം ആ നോമ്പ് തുറന്ന് നമുക്കൊരു തുള്ളി വെള്ളമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ ആ ഒരൊറ്റ വലിക്ക് ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അറിയില്ല. അതുപോലെ അങ്ങനെ ആ ഒരൊറ്റ വലിക്ക് കുടിക്കണം അങ്ങനത്തെ എന്താ പറയുക വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ജ്യൂസാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം നോമ്പ് തുറക്കുന്ന ടൈമിൽ കേട്ടോ. ഇതോളൊന്നും കുടിക്കൂല എന്നല്ല കേട്ടോ. ഇത് പഴമൊക്കെ ആകുമ്പോൾ ഒരു ഇത്തിരി തിക്നെസ് ഉണ്ടാവുമല്ലോ. എന്നാലും ഞാൻ ഇന്നത്തിരി ലൂസിലാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കടല കൂടെ അതിൽ തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ഞാൻ നാളെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരുന്നില്ലേ ബ്രെഡ് ബോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ബ്രെഡ് തികഞ്ഞില്ലാന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് വിചാരിച്ചു ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടൈമിന് ആവൂലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷന് വരൽ തുടങ്ങിയിട്ട് എനിക്ക്. പിന്നെ അപ്പോഴേക്കും ഫോണത്തെ ചാർജ് ആണെങ്കിൽ എന്താ പറയുക ബാറ്ററി ലോ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 12% എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ഫോൺ കൊണ്ടുപോയി കുത്തിയേക്കാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയ ഫോണാവുകൊണ്ട് പെട്ടെന്ന് കയറും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കയറലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ മുട്ടയും കുറച്ച് പാലും ഒരു നുള്ളു ഉപ്പും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു നുള്ളു ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് അതൊക്കെ പാടെ മിക്സ് ചെയ്ത് അതിൽ ബ്രെഡ് ഇതുപോലെ എന്താ പറയുക തിരിച്ചു മറിച്ചിട്ട് ഇതാക്കിങ്ങാണ്ട് ഇങ്ങനെ ഒരു പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടല്ലോ ഇങ്ങനെ വെക്കണത് എങ്ങനെയാണെന്ന്. എല്ലായിടും ഫില്ലായി റൗണ്ട് ഷേപ്പിലാക്കിങ്ങാണ്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്രൗൺ കളർ കളയുന്നത് കണ്ടിട്ടുണ്ട് പലരും. ഞാൻ കളയാനൊന്നും നിന്നിട്ടില്ല. കായ് എടുത്ത് വാങ്ങിയതല്ലേ, വെറുതെ എന്തിനാണ് കളയുന്നത്. വെന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ബ്രൗൺ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. പിന്നെ മസാല എന്ന് പറയുന്നത് സിമ്പിളാണ്. വല്യുള്ളിയും പച്ചമുളകും ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇട്ടുങ്ങാണ്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് ഞാൻ കറിയിൽ നിന്ന് ഒരു എല്ലില്ലാത്ത പീസല്ലേ അതെടുത്തിട്ട് അതൊന്ന് ക്രഷാക്കി അത് ഇട്ട് കൊടുത്തുങ്ങാണ്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള മസാലയാണ്. തക്കാളിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ ലെയർ ചെയ്തില്ലേ അതേപോലെ തന്നെ ഒന്നുകൂടെ ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം കാണുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ കാണൂല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഒന്നുകൂടെ ഫുൾ വൈറ്റിൽ കാണാനൊരു രസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിക്കടിയിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ എന്തായാലും കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാം. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അടിയിലേക്ക് മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അത് അടിയത്തതും മുകളത്തതും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യണം, അതൊരു കലത്തപ്പം രൂപത്തിലാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വരിക എന്ന് പറയില്ലേ അങ്ങനെ വരിക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലായിടും ഫില്ലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ അടിയിലൊരു 4 മുകളിലൊരു 4 ആയിട്ട് അങ്ങനെ ഒരു 8 ബ്രെഡോ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള മുട്ട അതേപോലെ മൊത്തത്തിൽ പാർന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് വൈറ്റ് കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇത് വേവിക്കാൻ ഇനിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെയാണ് ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിടരുത് കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ അല്ല കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ അടിയിൽ അങ്ങനെ ഇട്ടിങ്ങാണ്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അടിയിലാണ് ബാറ്ററി ലോ ആയത്. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കുത്തി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ അടി കുക്കായി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് ആ ഭാഗം കൂടെ വെന്തപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ ഈ ഒരു ബ്രൗൺ കളർ കാണൂല, അത് കട്ട് ചെയ്ത് കൊടുത്താലെന്ന് മാത്രം, വൈറ്റ് ആയിരിക്കും മൊത്തം. ഇനിയിപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് എടുക്കുകയാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ ഏകദേശം ഭാഗം കൊടുക്കാൻ സുബ്ഹാനല്ലാഹ് ചെല്ലൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക മക്കൾസൊക്കെ കട്ട
വെയിറ്റിങ്ങിലാണ് കേട്ടോ. എന്നെക്കായും ഇതായിട്ട് ഓലിക്ക് നോമ്പുള്ള പോലെയാണ് ഓലിരിക്കുന്നത്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ വെറൈറ്റി റെസിപ്പീസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണതൊക്കെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളുടെ ഇത് വരുന്നത്. ബ്രെഡ് ആവുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ പാലും മുട്ടയിലും ആണല്ലോ അത് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ അതാ ജ്യൂസ് മക്കൾക്കുള്ളതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഒരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ. കാക്കുവിൻ്റെ ഒരു കുറവുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ മൂപ്പരെയാണ് കേട്ടോ കൂടുതലായിട്ട് മിസ് ചെയ്യുക. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. കാക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു എന്താ പറയുക ഒന്നുകൂടെ ഒരു സന്തോഷമായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ആണെങ്കിൽ കഴിക്കാൻ കാക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിട്ടോ. ഇനിയിപ്പോൾ സാധാ ചോറും കറിയാണെങ്കിലും ഫുഡ് കഴിക്കണ ടൈമിലൊക്കെ കൂടുതൽ കാക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കാറുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു മിസ്സിങ് വരും കേട്ടോ. ഇനിയിപ്പോൾ അതാ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഓരോ പീസ് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 2 പീസ്, ഉമ്മ ചിക്കൻ കഴിക്കൂല കേട്ടോ, അപ്പോൾ ഉപ്പാക്കും സിനുവിനും ഓരോ പീസ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു പീസ് കഴിച്ചാൽ തന്നെ നോമ്പ് തുറക്ക് ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒറ്റ സ്നാക്സ് ഉണ്ടാക്കിയാൽ തന്നെ ഒരു പീസ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു ഗ്ലാസ് ജ്യൂസും ഇതൊരു പീസും കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ ഇതിനൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചപ്പാത്തി ഒരെണ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, 8:30 ആ ഒരു ടൈമിൽ. എന്നാലും ഒരെണ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ മൊത്തം പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്